ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലത്തെ ധ്യാനത്തിനായിട്ട് എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമുക്ക് തുണയായി ഈ ഭൂമിയിൽ ആരുമില്ല എങ്കിലും, നമുക്ക് ആശ്രയമായി ഈ ഭൂമിയിൽ ആരുമില്ല എങ്കിലും, ദൈവം നമുക്ക് തുണയായി ഉണ്ടെങ്കിൽ ഏത് പ്രതികൂലത്തെയും അതിജീവിപ്പാൻ നമുക്ക് സാധിക്കും. ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, ആകയാൽ കർത്താവ് എനിക്ക് തുണ. സ്തോത്രം. കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കർത്തൃത്വം നടത്തുന്നവൻ. യേശു കർത്താവ് നമുക്ക് തുണയാണോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ദൈവികമായ വലിയൊരു സാന്നിധ്യമാണോ നാം അനുഭവിക്കുന്നതെങ്കിൽ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. ശത്രു എത്ര പ്രബലനാണെങ്കിലും, ശത്രു എത്ര ബുദ്ധിമാനാണെങ്കിലും, ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ദാവീദ് ഗോലിയാത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ ഗോലിയാത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാണ് ദാവീദിനെ ശാസിച്ചത്, അല്ലെങ്കിൽ ദാവീദിനെ ഭയപ്പെടുത്തിയത്. എന്നാൽ ആ ഗോലിയാത്തിന്റെ വാക്കുകളുടെ മുമ്പിൽ ദാവീദ് ഭയപ്പെട്ടു പോയില്ല. ദാവീദ് ധൈര്യത്തോടെ നിന്ന് പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, നീ നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് തുണ ദൈവമാണ്. ആരൊക്കെ നമുക്കെതിരാളിയായി വന്നാലും, ശത്രു എത്ര പ്രബലനായാലും, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൂത് പറയാൻ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ തകർക്കുവാൻ ഒരു ശത്രുവിനും സാധിക്കത്തില്ല. ദൈവം നിങ്ങളുടെ ആശ്രയമാണോ, ദൈവം നിങ്ങളുടെ തുണയാണോ, ദൈവം നിങ്ങളുടെ സഹായകനാണോ, ശത്രുവിൻ്റെ ഒരു പദ്ധതിയും ദൈവമൈതലേ നിനക്കോ നിന്റെ കുടുംബത്തിനെതിരായിട്ടോ വരാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. ഇസ്രായേലിന്റെ ദൈവം, യഹൂദാ ഗോത്രത്തിന്റെ സിംഹം, അലറുന്ന സിംഹം പോലെ, അതേ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പറയുന്നു, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദമാണ്. ആ ശബ്ദം മുഴക്കിക്കൊണ്ട് അതേ രാജാതി രാജാവായ കർത്താവ് നമ്മുടെ മുൻപിലുണ്ടോ, ഒരാൾക്ക് നമ്മളോട് യുദ്ധം ചെയ്യുവാൻ കഴിയുകയില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ മുൻപിൽ യുദ്ധത്തിനായി, അർത്ഥാൽ നമ്മളെ തകർത്ത് കളയാൻ വരുന്ന സകല ശത്രുക്കളും തകർന്നു പോകാൻ ഇടയായി തീരും. കർത്താവ് നമ്മുടെ തുണയായി കൂടെയുണ്ട്. ദൈവം നമുക്ക് ആശ്രയമായി നമ്മുടെ കൂടെയുണ്ട്. അവന്റെ ബലമുള്ള കൈക്കീഴിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് തുണയായ കർത്താവിനോട് ചേർന്നിരുന്ന് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ മുൻപിലുള്ള പ്രതികൂലങ്ങൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ, എല്ലാ വേദനകളും മാറട്ടെ. വിശ്വസിക്കുക. ഇന്ന് പകൽക്കാലം നിങ്ങൾക്കെതിരായി ഒരു ശത്രുവും വരത്തില്ല. ഒരു ശത്രുവും നിങ്ങൾക്കെതിരായി വിരൽ ചൂണ്ടുകയില്ല. കാരണം ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ, യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.